കണ്ണൂർ കോർപ്പറേഷനിലെ UDF സീറ്റ് വിഭജനത്തിൽ പ്രതിസന്ധി തുടരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസുമായി ലീഗ് ഉണ്ടാക്കിയ കരാറിനെ ചൊല്ലിയാണ് പ്രതിസന്ധി. കോർപ്പറേഷനിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മുൻ ഡെപ്യൂട്ടി മേയർ PK രാഗേഷ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ സീറ്റുകളിലും ലീഗ് കോൺഗ്രസ് ചർച്ചയിൽ ധാരണയായിട്ടില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനിയും മുസ്ലിം ലീഗ് പ്രസിഡന്റ് T കുഞ്ഞുമുഹമ്മദും അംഗീകരിച്ച കരാർ പ്രകാരം വാരൻ ഡിവിഷൻ ഇത്തവണ മുസ്ലിം ലീഗിന് അനുവദിക്കണം. ഇതിനൊപ്പം മറ്റ് 2 സീറ്റുകൾ കൂടി ലീഗ് അധികമായി ചോദിച്ചിരുന്നു. ഒടുവിൽ വാരം മാത്രം അനുവദിച്ചാൽ മതിയെന്ന് ലീഗ് നേതൃത്വം നിലപാട് മയപ്പെടുത്തിയെങ്കിലും ലീഗിന്റെ 2 സിറ്റിംഗ് സീറ്റുകൾ തങ്ങൾക്ക് നൽകണമെന്ന കോൺഗ്രസിന്റെ കടുംപിടുത്തത്തോടെ സമവായ ചർച്ച മുടങ്ങിയിരിക്കുകയാണ്. കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള K സുധാകരൻ പ്രശ്നത്തിൽ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. ഭരണം നിലനിർത്താമെന്ന് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിനു മുന്നിൽ പ്രതിസന്ധി തീർത്ത് PK രാഗേഷും കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. 15 ഡിവിഷനുകളിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താനാണ് രാഗേഷിന്റെ നീക്കം. അതിനകത്തുള്ളൊരു 2-3 പേര് നിയന്ത്രിക്കുന്ന ഒരു കോക്കസാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. ആ കോക്കസിന്റെ മനോഭാവവും കോക്കസിന്റെ നിലപാടുകളും മാറാതെ കോൺഗ്രസുമായി സഹകരിക്കണോ വേണ്ടിയോ എന്നത് വളരെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളിപ്പോൾ ഏകദേശം 15-ലധികം സ്ഥാനാർത്ഥികളെ ഐക്യജനാധിപത്യ സംരക്ഷണ സമിതിയുടെ ലേബലിൽ മത്സരിപ്പിക്കുന്നതിന് ഏകദേശം ധാരണയായിട്ടുണ്ട്. LDFുമായി സീറ്റ് ചർച്ച നടത്തിയിട്ടില്ലെന്ന് രാഗേഷ് പറയുന്നുണ്ടെങ്കിലും അണിയറ നീക്കങ്ങൾ സജീവമാണ്. രാഗേഷിനെ കൂട്ടുപിടിച്ച് കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാനാകുമോ എന്നാണ് LDFിന്റെ ആലോചന. കണ്ണൂരിലെ തർക്കം തുടരുന്നതിനിടെ കോട്ടയത്ത് ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജനമാണ് UDFിനെ കുഴക്കുന്നത്. സീറ്റ് ചർച്ച അനിശ്ചിതത്വത്തിലായതോടെ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന ആവശ്യം കോട്ടയത്തെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. 3 ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് അണികളുടെ ആവശ്യം. മീഡിയ 1 കണ്ണൂർ, കോട്ടയം.